everyone, welcome back to Salem Learning. Miss ആണ്. അപ്പോൾ മക്കളെ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാക്സ് എന്ന് കേട്ടിട്ടുണ്ടാവല്ലേ? എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ മക്കളെ ക്വസ്റ്റ്യൻ ടാഗ്സ് അല്ലെങ്കിൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലേ? എന്താണ്? അതായത് നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടു, നമുക്ക് വഴി അറിയില്ല. അപ്പോൾ നമുക്ക് വഴി അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വഴി ചോദിക്കണം അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു പോകും എന്ന് പറയുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് അല്ലാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ്സും യൂസ് ചെയ്യാം. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ? ക്വസ്റ്റ്യൻ ടാഗ് ക്യാൻ ബി ജനറലി ഡിസ്ക്രൈബ്ഡ് ആസ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഫോളോഡ് ബൈ എ ഷോർട്ട് ക്വസ്റ്റ്യൻ. അതായത് ഞാൻ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറയും, ആ സ്റ്റേറ്റ്മെന്റിന്റെ തൊട്ട് അടുത്തായിട്ട് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, അയ്യോ ഈ മഴ കാരണം ഭയങ്കര ശല്യാണ്, അല്ലെ ഈ മഴ എന്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. മഴ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാൻ അല്ലേ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ എന്നതാ എന്ത് ചെയ്യാണ്? ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ അത് എന്തായി മാറി? ആ സ്റ്റേറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ആയി മാറി അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊരു ചൂടാണ് അല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് എന്തായി മാറി? അതൊരു ക്വസ്റ്റ്യൻ ആയി മാറി. അപ്പൊ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പുറത്തേക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി? അതൊരു ക്വസ്റ്റ്യൻ ആയി മാറി. അപ്പൊ വെറുതെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനൊക്കെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് അല്ലെ? അതായത് ഇവിടെ ഒരാൾ ചിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ കരയുന്നത് പോലെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അതെന്താണെന്ന് ആ എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ഓർ അഫർമേറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണടാ? നെഗറ്റീവ് ആയിരിക്കണം. ഇനി സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു സെന്റൻസ് നോക്കി, യു ആർ ഹാപ്പി, നീ ഭയങ്കര സന്തോഷവാനാണ് എന്ന് പറയാണല്ലേ? അപ്പൊ ഇവിടെ യു ആർ ഹാപ്പി എന്ന് പറയുമ്പോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായി? യെസ്, അതൊരു പോസിറ്റീവ് ആയല്ലേ? അപ്പൊ ആഡ് ചെയ്യേണ്ട ടാഗ് എന്തായിരിക്കണം? അത് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ആ ടാഗ് എന്താണ്? ആർ ഇൻ യു. ആർ ഇൻ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ പ്ലസ് നോട്ടാണ് നമ്മൾ ആർ ഇൻ യു എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ നോട്ട് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായി? അത് നെഗറ്റീവ് ആയി. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്തായി? നെഗറ്റീവ് ആയി അല്ലെ? ഇവിടെ നോക്കിക്കേടാ, യു ആർ ഇൻ ഹാപ്പി. ഇവിടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. ആർ നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലെ? നോട്ട് വന്നാൽ എന്താ? നെഗറ്റീവ് ആയി. യു ആർ ഇൻ ഹാപ്പി നമ്മൾ നെഗറ്റീവ് ആണ് സെന്റൻസ്. അപ്പൊ ഉപയോഗിക്കേണ്ട ടാഗ് എന്താണ്? അത് പോസിറ്റീവ് ആണ്. ആർ യു എന്ന് പറയുന്ന പോസിറ്റീവ് ടാഗ് ഉപയോഗിച്ചു. അതായത് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ടാഗ് നെഗറ്റീവ് ആണ്. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ടാഗ് പോസിറ്റീവ് ആണ്. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള റൂൾ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും അല്ലെ? മേരി ഇസ് ദ ന്യൂ ലീഡർ. മേരി ആണ് പുതിയ ലീഡർ അല്ലെ? ഈസ് ദ ന്യൂ ലീഡർ. സെന്റൻസ് എന്താണ്? ഇവിടെ സെന്റൻസിൽ നോട്ടൊന്നും വന്നിട്ടില്ല. സെന്റൻസ് എന്താണ്? യെസ്, പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് അല്ലെ? ഈസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താവും? ഈസ് ഇൻ ഷീ അല്ലെ? മേരി ഈസ് ദ ന്യൂ ലീഡർ, ഈസ് ഇൻ ഷീ. നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്തു. അടുത്ത സെന്റൻസ് നോക്കാം. ദേ ഹാവ് കൺഫേംഡ് അല്ലെ? അവരത് കൺഫേം ചെയ്തു. സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ഹാവിന്റെ ഇവിടെ നമുക്ക് എന്ത് വേണം? നമുക്ക് നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്യണം. ഹാവിന്റെ ടാഗ് യൂസ് ചെയ്തപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ടാഗ് ആയി മാറി. തരുൺ ആൻഡ് വരുൺ ആർ ഓൺ ദെയർ വേ ടു ദ എയർപോർട്ട്. തരുണും വരുണും എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് അല്ലെ? അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആക്കി. ആർ ഇൻ ദേ നെഗറ്റീവ് ടാഗ് നമ്മൾ യൂസ് ചെയ്തു. ഹെർ ഫാദർ ഈസ് എ ഡോക്ടർ. അവളുടെ അച്ഛനൊരു ഡോക്ടറാണ് അല്ലെ? സെന്റൻസ് പോസിറ്റീവ് ആണ്. ഉപയോഗിക്കേണ്ട ടാഗ് എന്തായി? നെഗറ്റീവ് ആയി മാറി. ഈസ് ഇൻ ഹി നമ്മൾ ഉപയോഗിച്ചു. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഷീ വുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. അവളത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെ? ഷീ വുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ഇവിടെ നോട്ട് വന്നു. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആയി. അപ്പൊ യൂസ് ചെയ്യേണ്ടത് എന്താണ്? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ? അപ്പൊ വുഡ് ഷീ. അപ്പൊ ഇവിടെ നോട്ടില്ല അല്ലെ? അപ്പൊ ഇതെന്തായി? ഓൾറെഡി പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയി മാറി. അപ്പൊ വുഡ് ഷീ നമ്മൾ യൂസ് ചെയ്തു. അടുത്ത് നോക്കിക്കേടാ, ദേ ഹാവ് നോട്ട് അറൈവ്ഡ് അറ്റ്. അവർ ഇതുവരെ വന്നിട്ടില്ല. സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ പോസിറ്റീവ് ടാഗ് യൂസ് ചെയ്യണം. ഹൗ ദേ. യു കാനോട്ട് സർവൈവ് വിത്ത് യുവർ ഫോൺ അല്ലെ? യു കാനോട്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. നിനക്ക് ഫോൺ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാനേ പറ്റില്ല അല്ലെ? ക്യാൻ യു പോസിറ്റീവ്
ടാഗ് നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇതാ പറഞ്ഞു, യൂസ് ചെയ്യുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കണം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആക്കണം. അപ്പൊ എല്ലാ അവസരങ്ങളിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസിൽ, അതായത് നമ്മുടെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ആങ്കറോ സർപ്രൈസോ ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചില സിറ്റുവേഷൻസിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പോസിറ്റീവ് ടാഗ് യൂസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ. അത് ഏതൊക്കെയാണെന്ന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഷീ ഈസ് ഗോയിങ് അഹെഡ് വിത്ത് ഹെർ ഡിസിഷൻ. അവളുടെ ഡിസിഷനായിട്ട് മുമ്പോട്ട് പോവാണ്. Is she? ഇവിടെ പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിലും നമ്മൾ പോസിറ്റീവ് ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ മൂവിങ് ടു ഇറ്റലി. അവർ ഇറ്റലിയിലേക്ക് മൂവ് ചെയ്യാണ്. ആർ ദേ? ഇവിടെയും പോസിറ്റീവ്. അപ്പൊ എല്ലാ സിറ്റുവേഷനിലും സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ചില സിറ്റുവേഷൻസിൽ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് പോസിറ്റീവ് ടാഗ് തന്നെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്സ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആൻസർ ചെയ്യണം. യു ആർ ജസ്റ്റ് ഗോയിങ് ടു സിറ്റ് ദേർ. അപ്പൊ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ടാഗ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ കണ്ടന്റ്സ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.